ഹനാൻഷ വീണ്ടും എന്താ കാസർഗോഡ് ഇഷ്യൂ ഒക്കെ നോക്കാൻ ഒരു വീഡിയോ ഉണ്ട്. ഒരു ഇതിന്റെ പേരിൽ ഒരു ഇൻഫ്ലുവൻസർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഒരു പോയ സ്ഥലം ആണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് തരുന്നതൊക്കെ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പരിപാടി എന്ന് കുറ്റങ്ങളും കുറവുകൾ എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരാളുടെ പേര് ബ്ലെയിം ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ പോകുന്ന ആൾക്കാരും കൂടി സഹകരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ പരിപാടി നല്ല രീതിയിൽ കറക്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പരിപാടി ഒരു ദിവസം വെക്കാൻ പറ്റില്ല. ചില മാസങ്ങളായിട്ടുള്ള അവരുടെ പ്രയത്നമായിരിക്കും, സംഘടനയുടെ പ്രയത്നമായിരിക്കും ഒരു പരിപാടി വെക്കാറുള്ളത്. ഒറ്റയ്ക്ക് താഴത്തെ കേട്ടാൽ നമുക്ക് എല്ലാവർക്കും പറ്റും. അതിന് പിന്നിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ പോയിട്ട് നമുക്ക് അത് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സഹകരിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് റിട്ടേൺ വരേണ്ടി എനിക്ക് അത് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എനിക്ക് അത് കയറാം. നേരത്തെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എനിക്കുണ്ട്. അവിടെ എൻട്രി പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഓൾറെഡി ആയി എന്റെ ഈ ദിവസം എനിക്ക് കയറാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ശരിയല്ല. ഞാൻ അവിടെ തിരിച്ചു പോകും. അപ്പോൾ ആ ഒരു പിന്നെ മാത്രമല്ല നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അതായത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമാന്യ ബോധം വേണം. നമ്മുടെ സേഫ്റ്റി, ആ സേഫ്റ്റിയും കാര്യങ്ങൾക്കാണ് മുഖ്യം. അതായത് സേഫ്റ്റി മുഖ്യം ബിഗില്ല, അത്ര തന്നെ. വേറെ ഒരു പരിപാടിയൊന്നും ഇല്ലേ. ഒരു ഇങ്ങനത്തെ ഒരു റഷ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോലീസുകാർക്കും ഒരു ഇതാവും. ഇത് പോലീസ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് അടിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കൈക്ക് വന്ന് കൊള്ളുന്നത്, പെൺകുട്ടിയെ തോന്നുന്നു, പെൺകുട്ടിയുടെ കൈക്കാണ് വന്ന് കൊള്ളുന്നത്. അതായത് നിങ്ങൾ ഇത്രയും എന്താ ക്രേസ് കയറിയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി അവർ നോക്കൂല. ഈ ഹനാൻഷയോ അതിൻ്റെ ഇവന്റ് ടീമോ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ നടത്തുന്നു, അവർ ടിക്കറ്റ് വെച്ച പരിപാടിയാണ്. ബാക്കിയവർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. അത് അനിരുദ്ധും ലോകേഷും തൃശ്ശൂർ വന്നിട്ടാണ് രാഗത്തിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ഒന്നും കാണാൻ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ റഷായിട്ട് ശ്വാസം മുട്ടിയിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ഇത് ഉറങ്ങി ഓടിയത്. പിന്നെ അങ്ങനത്തെ പരിപാടിക്കാൻ പോയിട്ടില്ല. കാരണം നമുക്കന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആരായിക്കോട്ടെ എങ്ങനത്തെ ഷോയിലേക്ക് അത് പോകുമ്പോൾ ടിക്കറ്റ് വാങ്ങിയവർ മാത്രം പോകാൻ ശ്രമിക്കുക. കാരണം ടിക്കറ്റിൻ്റെ ഇതാണ്. അല്ലാണ്ട് മറ്റേ കുറേ പേരെ ഫ്രീ ആയിട്ട് കയറ്റി വിടണമല്ലോ. ഫ്രീ ആയിട്ടല്ലോ ഇത്. ടിക്കറ്റ് വെച്ചിട്ടുണ്ടാകുമ്പോൾ ആ ടിക്കറ്റ് വെച്ചിട്ട് പോവുക. പിന്നെ കുറേ പേര് ഫേക്കായിട്ട് കയറി. എന്തിനാണിത്? ഫേക്കായിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് കയറുക, അതുവഴി കാണിക്കുക. അതായത് ഈ കാണികളും പ്രശ്നം ഉണ്ടാക്കി, പോലീസുകാരും പ്രശ്നം ഉണ്ടാക്കി, ഈ ഇവന്റുകാർ വെറും മോശമാക്കി വിട്ടു. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കൂടി ആകുമ്പോൾ അത് തലനാരിഴയ്ക്കാണ് ഓരോ പ്രശ്നങ്ങൾ പോയത്. പരിക്കൾ ഒതുങ്ങി ഭാഗ്യം. ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എന്താ അവസ്ഥ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. സേഫ്റ്റിയോടുകൂടി എല്ലാവരും നോക്കുക. സേഫ്റ്റി വേണം. നമ്മുടെ ജീവനാണ് വലുത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. 500 റുപ്യക്ക് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കളയുന്നത് നിങ്ങളുടെ ഒരു 10,000 ചിലപ്പോൾ ജീവൻ തന്നെയായിരിക്കും. പൈസയ്ക്ക് അതീതമായ ജീവനായിരിക്കും നിങ്ങൾ കളയാൻ പോകുന്നത്. ഓക്കെ.